ഹലോ ഗായ്സ്, വാട്ട്സ് അപ്പ്, വെൽക്കം ബാക്ക് എന്ന് ഞാൻ പറയുന്നില്ലടാ. വാടാ നമുക്ക് എന്താക്കടാ ഒരുമിച്ചിരുന്ന് പഠിക്കാടാ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷന്റെ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിന്റെ കംപ്ലീറ്റ്ലി ഡെറിവേഷൻസ് വളരെ സിമ്പിളായി എക്സാമിന് എങ്ങനെ ഓർത്ത് വെക്കാന്നുള്ള രീതിക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഫുൾ മാർക്ക് മേടിക്കാന്നുള്ള രീതിക്കാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇത് ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് വീഡിയോ അല്ല. അതൊക്കെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി എക്സാം ഫ്രണ്ട്ലി വീഡിയോ ആണ്. സോ എന്താക്കുക, നിങ്ങൾ വളരെ എളുപ്പത്തിൽ വളരെ സമയം ചുരുക്കിയിട്ട് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ ബ്ലാ പറഞ്ഞ് നിങ്ങൾ സമയം കളയണില്ല. സോ വീഡിയോയിലേക്ക് പോയിക്കൂടാ പോവാം. ലെറ്റ്സ് ഗോ. ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് 3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡെറിവേഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ എന്താ, നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്തായിരുന്നു പറഞ്ഞത്? പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു ഒബ്ജക്റ്റ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരാബോളിക് പാത്ത് ഫോളോ ചെയ്യും. അത് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. സോ ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു ആൻഡ് ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഈ ഫിഗർ വരക്കുന്നത് നിങ്ങൾക്കറിയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്തൊക്കെ ഉണ്ടടാ, ഈ യു എ എന്ന് പറഞ്ഞ ഒരു വെക്ടർ അല്ലേ. സോ അതിനൊരു എക്സ് കമ്പോണൻറ്റും ഉണ്ട്, അതിനൊരു വൈ കമ്പോണൻറ്റും ഉണ്ട്. സോ ഈ എക്സ് കമ്പോണൻറ്റാ യു എക്സ് ഈസിക്കൽ ടു തീറ്റേൻ്റെ അടുത്തുള്ള ടേം ആയതുകൊണ്ട് യു കോസ് തീറ്റ സിമ്പിൾ, ആൻഡ് യു വൈ ഈസിക്കൽ ടു യു സൈൻ തീറ്റ. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ എടുത്താട്ടോ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത് കാരണം ഇത് എക്സാം ഫ്രണ്ട്ലി വീഡിയോ ആണ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ് എന്താടാ, എക്സലേഷൻ അറ്റ് എക്സ് കമ്പോണന്റ് എന്താ. ഇതിനെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഓൺലി അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റിയിലാണ് സഞ്ചരിക്കുന്നത്. സോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താ, വൈ ഡയറക്ഷനിലാണ് അതിനെ പുൾ ചെയ്യുന്നത്. സോ അതിന് എക്സ് ഡയറക്ഷനിൽ എന്തില്ല, ഫോഴ്സ് ഇല്ല. സോ അതിന് എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. ഇതിനെങ്ങനെ എഴുതാ, എഫ് എക്സ് എന്താ, ഇതിൽ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. കാരണം ഗ്രാവിറ്റി മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ഗ്രാവിറ്റി എന്താ, വൈ ഡയറക്ഷൻ അല്ല, എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് ഇല്ല. സോ എക്സ് ഡയറക്ഷനിൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എം എ എക്സ് അല്ലേ, എഫ് ഈസിക്കൽ ടു എം എ അല്ലേ. സോ എം എ എക്സ് 0. സോ എമ്മോ എ എക്സോ 0 ആയാലല്ലേ ഈ ഇക്വേഷൻ 0 ആവും. മാസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും 0 ആവില്ലല്ലോ. സോ എ എക്സ് എന്താണ്, 0. ഇത്ര മാത്രമേ ഉള്ളൂ എ എക്സ് 0 വന്നത്. ഇത് രണ്ടാമത്തെ പോയിന്റ്. എ വൈ എന്ന് പറഞ്ഞാൽ എന്താ, എക്സലേഷൻ അറ്റ് വൈ ഡയറക്ഷൻ എന്താ. അതിന് ഞാൻ പറഞ്ഞു ഓൺലി ഗ്രാവിറ്റേഷൻ അണ്ടറിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ എക്സലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റിയാണ്. ഏത് ഡയറക്ഷനിലാണ് വലിക്കുന്നത്, താഴോട്ട് വലിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും എടുക്കുക, നെഗറ്റീവ്. കാരണം താഴോട്ടുള്ള ആക്സിസിലേക്ക് നമ്മളൊക്കെ എടുക്കൽ എന്താ, നെഗറ്റീവ്. അപ്പൊ താഴോട്ട് വലിക്കുന്നതുകൊണ്ട് എന്താ, -g. അതും അവിടെ വെക്കുക. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് കഴിഞ്ഞ്. ഇത് മൂന്നാമത്തെ പോയിന്റ്. സോറി കേട്ടോ, ഒരു പോയിന്റ് കൂടി ഉണ്ട്. എന്താ നാലാമത്തെ പോയിന്റ്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞു ഈ മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി എത്രയാ, മാക്സിമം ഹൈറ്റിലെ വി വൈ എന്ന് പറഞ്ഞാൽ ഇതിന് വി വൈ ഈ മാക്സിമം ഹൈറ്റിൽ ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് വീണ്ടും മുകളിലേക്ക് പോലെ, ഒരു വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് വീണ്ടും മുകളിലോട്ട് പോലെ. സോ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണ്. അതുകൊണ്ടാണ് അത് മുകളിലേക്ക് പോവാതെ എന്തൊക്കെ താഴേക്ക് വരുന്നത്, അറ്റ് മാക്സിമത്തിൽ. ഈ 4 പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഈ ഡെറിവേഷൻസ് സിമ്പിളാവും. ആൻഡ് ഇതിന്റെ ലാസ്റ്റ് ഈ ഇക്വേഷൻസ് ഒക്കെ മാറിപ്പോവാത്ത രീതിക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാനുള്ള ഒരു ട്രിക്കും ഞാൻ പറയാനുണ്ട്. സോ നമുക്ക് എന്താക്കാം, ഇനി ഡയറക്റ്റ്ലി ഡെറിവേഷനിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഒന്നാമത്തെ ഡെറിവേഷൻ എന്താ, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മൾ പ്രൊജക്റ്റിൽ എടുക്കുന്നു, അത് പ്രൊജക്ട് ചെയ്ത് അത് എയർ കൂടി പോയി അവിടെ എത്തുന്നു, അതിനെടുത്ത ടോട്ടൽ സമയമല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടോട്ടൽ ടൈം ഫോർ വിച്ച് പ്രൊജക്റ്റൈൽ റിമെയിൻസ് ഇൻ ദെയർ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ വിചാരിച്ചോ ഈ ഡെറിവേഷൻസ് 3-4 ഇക്വേഷൻസ് എഴുതി കള്ളിയിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നു, അമ്പടെ പുളിസു അങ്ങനെ ഒന്നും കിട്ടാൻ പോണില്ല. നിങ്ങൾ എന്താക്കണം, അതിനെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ബട്ട് അത് നിങ്ങൾ വിചാരിക്കും ഡിഫിക്കൽട്ട് ആണെന്ന്. ഞാൻ സിമ്പിളായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുന്ന രീതിക്ക് വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. അത് മാത്രം മതി. നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഡെറിവേഷൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്ന് എഴുതുക, റേഞ്ചിന്റെ കണ്ട റേഞ്ച് എന്താണെന്ന് എഴുതുക, ഹൈറ്റ് എന്താ ഹൈറ്റ് എന്താണെന്ന് എഴുതുക. എന്താണ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ടൈം ഫോർ വിച്ച് എ പ്രൊജക്റ്റൈൽ റിമെയിൻസ് ഇൻ ദെയർ. സിമ്പിൾ അല്ലേ. അതിനുശേഷം നമ്മൾ ഫിഗർ വരക്കുക, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എഴുതുക. ഇതെന്താ, യു എക്സ് ഈസിക്കൽ ടു യു കോസ് തീറ്റ, യു വൈ ഈസിക്കൽ ടു യു സൈൻ തീറ്റ. ഇതിന്റെ ഫൈനൽ വെലോസിറ്റി, ഇവിടെ വരുന്ന വെലോസിറ്റി വി വൈ ഈസിക്കൽ ടു 0. ഇതിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്നത് ജി. ഞാൻ പറഞ്ഞ ബേസിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്താ ഡിറൈവ് ചെയ്യേണ്ടത്, ടൈം ഓഫ് ഫ്ലൈറ്റാണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ടൈം തന്നെയായിരിക്കും എടുക്കുക ഈ മുകളിൽ നിന്ന് താഴേക്കെത്താൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റൈൽ മുകളിലെത്തിയ ടൈം തന്നെയായിരിക്കും അതിൽ നിന്ന് താഴേക്കെത്താനും എടുക്കുന്നത്. സോ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെയുള്ള ടൈം നമ്മൾ ആദ്യം കാണും. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം കിട്ടുമല്ലോ. അത് ആദ്യം മനസ്സിൽ കൊടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. യു വൈ ഈസിക്കൽ ടു യു സൈൻ തീറ്റ എന്ന് തന്നിട്ടുണ്ട്. വി വൈ ഈസിക്കൽ ടു 0 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എ വൈ ഈസിക്കൽ ടു -t എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ഈസിക്കൽ ടു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുന്ന് മുതൽ ഇവിടുത്തെ ടി ആ. ഇനി നമ്മൾ മനസ്സ് കൊടുക്കേണ്ട കാര്യം, വി വൈ നമുക്ക് തന്നിട്ടുണ്ട്, യു വൈ നമുക്ക് തന്നിട്ടുണ്ട്, ആൻഡ് അതിന്റെ ആക്സലറേഷൻ തന്നിട്ടുണ്ട്, ടൈം കാണണം. ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്തൊക്കെയാ? വി ഈസിക്കൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈസിക്കൽ ടു യു സ്ക്വയർ പ്ലസ് 2s, എസ് ഈസിക്കൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ആക്സലറേഷൻ, ടൈം കാണുന്ന ഇക്വേഷൻ ഓഫ് മോഷന്റെ റിലേഷൻ എന്താ?
യെസ്, വെരി ഗുഡ്. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കൊക്കെ തന്നത് വൈ ഡയറക്ഷനുള്ള സാധനമാണ്. സോ ഇതിൻ്റെ ഒക്കെ യൂസിങ് ഇക്വേഷൻ ഓഫ് മോഷൻ ഓൺലി ഇൻ വൈ ഡയറക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒക്കെ വൈ ഡയറക്ഷനിൽ മാത്രം കാണുക. ടി വൈ എന്ന് കൊടുക്കേണ്ടതുണ്ടോ, ടൈമിന് എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുണ്ടോ? സോ ഇതിന് ഇക്വേഷൻ ഓഫ് മോഷന്റെ വൈ ഡയറക്ഷനിൽ മാത്രം കാണാമെന്ന് മാത്രമായി എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സിമ്പിളായി. ബാക്കിയൊക്കെ അപ്ലൈ ചെയ്ത് വി വൈ എന്ന് പറഞ്ഞാൽ 0 ഈസ് ഈക്വൽ ടു യു വൈ എന്ന് പറഞ്ഞാൽ യു സൈൻ തീറ്റ, സിമ്പിൾ. എ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ജി, ടി എന്ന് പറഞ്ഞാൽ ടി തന്നെ. ഈ മൈനസ് ജി ടി ഇതെന്താവും, മൈനസ് ജി ടി എന്നാവും. മൈനസ് ജി ടി ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും, പ്ലസ് ജി ടി. ജി ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ യു സൈൻ തീറ്റ എന്ന് കിട്ടും. സോ ടി ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. ഈ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2 into ടി അല്ലേ, കാരണം ഇതിൻ്റെ 2 പ്രാവശ്യമല്ലേ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. സോ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ടി ഈസ് ഈക്വൽ ടു 2 times ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമാണല്ലോ. 2 times യു സൈൻ തീറ്റ ബൈ ജി. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത് കഴിഞ്ഞോ. ഇത് സിമ്പിൾ ആണ്. ഇനി റേഞ്ചിൻ്റെത്, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടാ, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ. അത് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ എന്തായിരുന്നു ചെയ്തത്, ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കറിയുന്ന കാര്യം ഇതെന്താ, യു കോസ് തീറ്റ, ഇത് യു സൈൻ തീറ്റ, ആൻഡ് ഇതിൽ ഫൈനൽ വെലോസിറ്റി വി വൈ ഈസ് ഈക്വൽ ടു 0. ഇതിൽ മേലെ ആകെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് ആക്ട് ചെയ്യുന്നുള്ളൂ എഴുതുക. എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക. കൺസിഡർ പ്രൊജക്റ്റഡ് ആയിട്ട് പ്രൊജക്ടൈൽ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി യു അറ്റ് ആംഗിൾ ഓഫ് റൊട്ടേഷൻ തീറ്റ ആസ് ഷോൺ ഇൻ ഫിഗർ. ഇത് തന്നെ അല്ലടാ ഇത്. സോ ഇത് നിങ്ങൾ മാറി മാറി പഠിക്കേണ്ട ആവശ്യമുണ്ടോ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ പോരെ. ഇതിന് ശേഷം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണല്ലോ. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ആണല്ലോ. സോ നമുക്ക് കണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഏത് അപ്ലൈ ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യണം. ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു, യെസ് വെരി ഗുഡ്, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നിങ്ങൾ പിന്നെ ചിന്തിക്കുക, ഈ ഹൊറിസോണ്ടൽ റേഞ്ച് കിടക്കുന്ന ഏത് ആക്സിസിലാ, എക്സ് ആക്സിസിലല്ലേ. സോ ഇക്വേഷൻ ഓഫ് മോഷൻ എവിടെയാ അപ്ലൈ ചെയ്യേണ്ടത്, എക്സ് ആക്സിസിലല്ലേ. സോ നമ്മൾ അങ്ങനെ ചിന്തിക്കുക, യൂസിങ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ എക്സ് ആക്സിസ്. കാരണം എന്താ, റേഞ്ച് കിടക്കുന്ന എക്സ് ആക്സിസിലായതുകൊണ്ട് അപ്പോൾ ഇതെന്താവും, ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ആവും, ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ആവും, ആൻഡ് ഫൈനൽ ആക്സിലറേഷൻ ഇൻ എക്സ് ആവും. നമുക്കറിയാം ഈ എസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ലേ, ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അതെന്തായിരുന്നു, റേഞ്ച് അല്ലേ. സോ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു എക്സ് എന്താ നമുക്കറിയാം, യു കോസ് തീറ്റ ആണ്. എക്സ് എന്താ നമുക്കറിയാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ, ആക്സിലറേഷൻ അറ്റ് എക്സ് ആക്സിസിൽ എന്താ 0 ആണ്. നമ്മൾ ഫസ്റ്റ് ബേസിക്സ് പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഇതിൽ അപ്ലൈ ചെയ്തൂടെ. എസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ആണ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ട. ആർ ഈസ് ഈക്വൽ ടു യു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കോസ് തീറ്റ ഇൻറ്റു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ഇതിന് ടോട്ടൽ എടുത്ത ടൈം അല്ലേ, ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എടുത്ത ടൈം അല്ലേ ടി. ടി എന്ന് വെച്ചു, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ടി. കാരണം ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എടുക്കുന്ന ടോട്ടൽ ടൈമാണ് എന്താടാ, ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ക്വസ്റ്റൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഹാഫ് ഇൻറ്റു എക്സ് എത്രയാ, 0 ഇൻറ്റു ടി സ്ക്വയർ. സോ ഈ ടേം മൊത്തം എന്തായിപ്പോ, 0 ആയിപ്പോ. നമുക്ക് ആകെ ബാക്കിയുള്ള എന്താ, യു കോസ് തീറ്റ ഇൻറ്റു ടി. ഈ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എന്ത്, ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. സോ വി നോ ദാറ്റ് ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി എന്ന് എഴുതിയിട്ട് ഈ ടിക്ക് വരെ ഇക്വേഷൻ കൊടുത്തൂടെ, യു കോസ് തീറ്റ ഇൻറ്റു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കൊടുക്കാം. ഇതെന്താവും, യു ഇൻറ്റു യു സ്ക്വയർ 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ ജി. ഈ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി ഉണ്ട്. സോ നിങ്ങൾ എന്താക്കുക, സൈഡിൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താന്ന് എഴുതുക, സൈൻ 2 തീറ്റ ആണെന്ന് എഴുതുക. 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ എന്ന് എഴുതുക, സൈൻ 2 തീറ്റ എന്ന് എഴുതുക. ഇതെങ്ങനെ മാറും, ഇതിങ്ങനെ മാറും, സോറി കേട്ടോ. ആർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്നാവും. ഇതാണല്ലടാ നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ. നമ്മൾ ഹെൻസ് പ്രൂവ് ചെയ്തില്ലേ, റേഞ്ചിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചില്ലേ. ഇനി സിമിലർലി ഇതിന്റെ മഷി തീർന്നടാ. സിമിലർലി നമുക്ക് ഹൈറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് ഹയസ്റ്റ് വെർട്ടിക്കൽ ഹൈറ്റ് റീച്ച്ഡ് ബൈ എ പ്രൊജക്ടൈൽ. അത് നമുക്ക് എഴുതി വെക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ, എൻ്റെ നമുക്ക് ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തൂടെ. സിമ്പിൾ, സെയിം മെത്തേഡ്. ഇതെന്താ യു കോസ് തീറ്റ, ഇതെന്താ യു സൈൻ തീറ്റ, ഇത് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ, ഇത് ഇനീഷ്യൽ വെലോസിറ്റി യു, ഇതുമേലെ ആകെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ജി, ആൻഡ് ഇതിന്റെ ഫൈനൽ വെലോസിറ്റി വി വൈ ഈസ് ഈക്വൽ ടു 0. ഇതുവരെ നമുക്ക് എഴുതാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇതിലെ മാക്സിമം ഹൈറ്റ് അല്ലേ, അവിടെ എന്താ, ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈസ് ഈക്വൽ ടു എച്ച്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ എഴുതി. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, വി വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്കറിയാം, യു വൈ ഈസ് ഈക്വൽ ടു
സൈൻ തീറ്റ എന്ന് നമുക്കറിയാം. ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഇതാണല്ലോ ഇവിടുന്ന് മുതൽ ഇവിടെ എത്തുന്നാലേ മാക്സിമം ഹൈറ്റ്, ഈ സാധനമാണല്ലോ ഹൈറ്റ്. സോ നിങ്ങൾ ചിന്തിക്കുക, ഇത് ഏത് ആക്സിസിലാണ് നമുക്ക് കാണേണ്ടത്? യെസ്, ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യേണ്ടത് വൈ ആക്സിസിലാണ്. ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യേണ്ടത് വൈ ആക്സിസിലാണ്. ഈ വൈ ആക്സിസിലെ ഇക്വേഷൻ ഓഫ് മോഷനും ആൻഡ് ഈ ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ഫൈനൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, v² = u² + 2as. ബട്ട് നമ്മൾ കാണേണ്ടത് വൈ ആക്സിസിലായതുകൊണ്ട് vy² = uy² + 2ay × sy. പോരെ, മതിയല്ലോ. vy എന്ന് പറഞ്ഞാൽ എന്താ? 0 = uy² എന്ന് പറഞ്ഞാൽ എന്താ? u² sin² തീറ്റ. കാരണം uy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u sin തീറ്റയാണ്. സോറി കേട്ടോ, u sin തീറ്റയാണ്. അടുത്ത 2a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? -g. sy എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് കാണണ്ട h അല്ലേ sy. sy എന്ന് പറഞ്ഞാലേ വൈയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ sy, അതാണല്ലേ h. സോ നമുക്ക് h-ന്റെ ടീമിന് ഇങ്ങോട്ട് കൊണ്ടുകൂടെ? ഇതെങ്ങനെയാവും? -2gh എന്നാവില്ല ഇവിടെ. കാരണം -2 × -g × -2gh. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? +2gh ആവും. +2gh = u² sin² θ എന്ന് കിട്ടും. സോ എച്ചിലല്ലേ നമുക്ക് കണ്ടത്? എച്ചിന്റെ ടേമിന് വെച്ച് ബാക്കിയൊക്കെ അവിടെ കൊണ്ടുപോട്. u² sin² θ / 2g. സിമ്പിൾ അല്ലടാ. നമ്മൾ 3 ഡെറിവേഷനും കണ്ടില്ലേ, കമ്പയർ ചെയ്ത് പഠിച്ചില്ലേ? ഇത്ര എളുപ്പമല്ലേ? നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ? സോ നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻസ്. ഇങ്ങനെ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളോട് മാറിപ്പോവില്ല, മറന്നു പോവില്ല, എക്സാമിന് കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റും. ഇങ്ങനെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മാർക്കും കിട്ടും. ഇതിന് വല്ല എഫേർട്ട് ഇടണോ? അതൊന്ന് മനസ്സിലാക്കേണ്ട എഫേർട്ട് മാത്രമല്ല ഇട്ടുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തിട്ടുണ്ട്. ബട്ട് ഇതിൽ നിന്ന് ന്യൂമറിക്കൽ ചോദിക്കാറുണ്ട്. അതിനർത്ഥം എന്താ? ഈ ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റൂ. നിങ്ങൾ ഇക്വേഷൻ നോക്കി, t = 2u sin θ / g, r = u² sin 2θ / g, and h = u² sin² θ / 2g. ഇതെങ്ങനെയാ സാറേ ഓർത്ത് വെക്കുക? അതിനാണ് ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലൊക്കെ കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ട്? u sin θ / g വരുന്നുണ്ട്. അതുപോലെ തന്നെ r ൽ u sin θ / g വരുന്നുണ്ട്. ആൻഡ് h ൽ u sin θ / g വരുന്നുണ്ട്. ഇത് മൂന്നിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു ട്രിക്ക് ഉപയോഗിക്കുക. ഏത് ട്രിക്ക്? ഇങ്ങനെ തന്നെ ഇതാ, ഇതെന്താ വായിക്കുക? ടോർച്ച്. ഈ ടോർച്ച് എന്നുള്ള ഓർഡർ എന്നെ പഠിച്ചു നോക്കാം. ഇത് ഓയും സിയും ഞാൻ ചെറുതാക്കി എഴുതി എന്തിനാന്ന് അറിഞ്ഞുകൊണ്ട് എഴുതിയതാ കേട്ടോ. ഈ ടിയിൽ 1 2 ഉണ്ട്, ആറിൽ 2 2 ഉണ്ട്, എച്ചിൽ 3 2 ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ടിയിൽ 1 2, ആറിൽ 2 2, എച്ചിൽ 3 2 ഉണ്ട് എന്ന്. ടിയിൽ 1 2 എവിടെ ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക? ഇവിടെ ഇട്ട് കൊടുക്കുക. ആൻഡ് ആറിൽ 2 2 ഇല്ലേ? ആറിൽ 2 2 ഇല്ലേ? 1 2 ഇവിടെ ഇട്ട് കൊടുക്കുക, 1 2 ഇവിടെ ഇട്ട് കൊടുക്കാം. ആൻഡ് എച്ചിൽ 3 2 ഇല്ലേ? അത് 1 2 ഇവിടെ ഇട്ട് കൊടുക്കാം, 1 2 ഇവിടെ ഇട്ട് കൊടുക്കാം, 1 2 ഇവിടെ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻസ് 3 കിട്ടിയില്ലേ? t = 2u sin θ / g, r = u² sin 2θ / g, h = u² sin² θ / 2g. ഇനിയിപ്പോൾ 2g എങ്ങനെ വരും? sin 2θ വരും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സോ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? sin² വരുമ്പോൾ മാത്രമേ 2g വരും. sin² വരുമ്പോൾ മാത്രമേ 2g വരും എന്ന് മനസ്സിലാക്കുക. അല്ലാത്ത പക്ഷമൊക്കെ എന്താ പറയുക? 2θ വരിക, അല്ലാതെ 1 2 ഉള്ളപ്പോൾ യുവിൻ്റെ ഇപ്പറ വരിക. സോ ഈ 3 ഇക്വേഷൻ നമ്മൾ പഠിച്ചോ? സിമ്പിളാക്കി പഠിച്ചോ? ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മനസ്സിലാക്കിയില്ലേ? സോ എന്താക്കുക? ഇത്ര മാത്രമേ ഉള്ളൂടാ നമ്മളെ ട്രിക്ക്. ആൻഡ് ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചു. ഡെറിവേഷൻസ് നമുക്ക് സിമ്പിളായി പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാനിത് വേണേൽ അപ്ലോഡ് ചെയ്യാൻ ഞാൻ അവിടെ എത്തിയിട്ടായിരിക്കോടാ. ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ എന്താക്കടാ, ഞാൻ നിങ്ങളെ മിസ് ചെയ്യും, എൻ്റെ ഈ ബോർഡും മിസ് ചെയ്യും, എൻ്റെ ഈ പെന്നും മിസ് ചെയ്യും. കാരണം അവിടെ ഇതൊന്നും ഇല്ലല്ലോ. സോ ഐ മിസ് യു ഗൈസ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കുക? എന്തായാലും നിങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഐ എം ഹാപ്പി. എനിക്ക് അത്രയേ വേണ്ടൂ. അത്രയേ ഉള്ളൂ. ടാറ്റാ.